ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 87,774 തീർത്ഥാടകരാണ് ശബരിമലയിലെത്തിയത്. തിരക്ക് കൂടിയതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഏറെ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു എന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ ശബരിമലയിലെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ബാലാവകാശ കമ്മീഷനൊക്കെ എത്തിയിരുന്നു. തീരുമാനം എന്താകും എന്നുള്ളത് നമുക്ക് ഇനി അറിയാനും കഴിയും. പക്ഷേ ഇന്നത്തെ ഒരു തിരക്ക് എങ്ങനെയാണ്? ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? സ്പോട്ട് ബുക്കിംഗ് അടക്കം കാര്യങ്ങൾ എങ്ങനെയാണ്? ഇന്ന് തിരക്കുണ്ടോ നല്ലോണം? ശ്രീജ, ഇന്നും രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ശബരിമല നട തുറന്നപ്പോൾ വലിയൊരു തിരക്ക് ശബരിമല സന്നിധാനത്ത് തന്നെ കഴിഞ്ഞ ദിവസം തമ്പടിച്ചിരുന്ന കുറേ ഭക്തർ ഉണ്ടായിരുന്നു. പുലർച്ചെ ദർശനം നടത്തി ഇവിടെ നിന്നും മടങ്ങുന്നതിന് വേണ്ടി ഇവിടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ശബരിമല കയറി ഇവിടെ തന്നെ വിശ്രമിച്ചിരുന്ന കുറേ ഭക്തർ, ആ ഭക്തരും ഒപ്പം തന്നെ ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ മലയിലേക്ക് എത്തിയ ഭക്തരുമെല്ലാം ചേർന്നപ്പോൾ ശബരിമല സന്നിധാനം ഈ കാണുന്ന പോലെ ഫ്ലൈ ഓവറുകളിലേക്കും ഒപ്പം ഏറെ നേരം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലുമൊക്കെ എത്തിയിരിക്കുകയാണ്. ഏതായാലും ഭക്തജനങ്ങൾ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നതിൽ ഒരു കുറവൊന്നുമില്ല. നിരവധി ഭക്തർ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏറെ നേരം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം അത് പലപ്പോഴും അവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പലയിടങ്ങൾ മരക്കൂട്ടത്തും ശരംകുത്തിയിലുമൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ വളരെ നിയന്ത്രിച്ചുകൊണ്ട് ക്യൂ നിർത്തി നിയന്ത്രിച്ചുകൊണ്ടാണ് ഭക്തരെ ഇപ്പോൾ ഈ സന്നിധാന ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. സന്നിധാന ഭാഗത്തേക്ക് ഇവരെത്തുമ്പോൾ ഈ നടപ്പന്തലിൽ ഇവർക്ക് ഏറെ നേരം ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം സന്നിധാനത്ത് തൊട്ടടുത്ത് തന്നെയാണ് ഈ നടപ്പന്തലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നടപ്പന്തലിലേക്ക് എത്തിയിട്ട് അയ്യപ്പൻ്റെ മുന്നിലേക്ക് എത്താൻ ഒരു 50ഓളം മീറ്റർ മാത്രം വ്യത്യാസത്തിൽ അവർക്ക് നിൽക്കേണ്ടി വരുന്നത് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം സമയദൈർഘ്യത്തിൽ അവർക്ക് അങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ മുന്നിൽ എടുത്തിട്ട് പിന്നും അവരങ്ങനെ ഒരു കാത്തിരിപ്പ് തുടരുമ്പോൾ അത് സ്വാഭാവികമായും ഭക്തരെയൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം എത്രയും പെട്ടെന്ന് അയ്യപ്പനെ കണ്ട് അവർക്ക് ഇവിടെ നിന്നും തിരികെ വീടുകളിലേക്ക് മടങ്ങണം. അല്ലെങ്കിൽ ഏറെ നാളായി യാത്ര ചെയ്തൊക്കെ വരുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തന്മാരുണ്ട്. അത്തരത്തിൽ നിരവധി ഭക്തന്മാർ ഇങ്ങനെ എത്തുമ്പോൾ ഇവർക്ക് വീണ്ടും ഇവിടെ ഏറെ നേരം കാത്തുനിന്ന് അയ്യപ്പനെ കാണുന്ന ഒരു ബുദ്ധിമുട്ട് അത് അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ശബരീശ സന്നിധിയിൽ ഒരു രാത്രിയിൽ ഒരു മഴ പെയ്തിരുന്നു. ആ മഴയുടെ തണുപ്പ് ഇപ്പോഴും ഈ അന്തരീക്ഷത്തിലൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോഴും ഒരു മഴയുടെ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അന്തരീക്ഷം മേഘാവൃതമാണ്. പക്ഷേ ഇത് ഇപ്പോൾ മഴയൊന്നും ഈ ഭക്തർ ദർശനം തുടങ്ങിയതിനു ശേഷം മഴ പെയ്യാത്തത് കൊണ്ട് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഏതായാലും സന്നിധാനത്ത് ഭക്തർക്കുണ്ടാകുന്നില്ല. ഇപ്പോൾ നിരവധി ഭക്തർ ഈ 18ാം പടി കയറി അയ്യപ്പനെ കാണുന്നതിനായി ഈ ഒരു ഫ്ലൈ ഓവറിലും ഒപ്പം തന്നെ ശബരീശ സന്നിധിക്ക് സമീപമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഏറെ നേരം ക്യൂവിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ഭക്തരുടെ പരാതികളിൽ തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഈ അയ്യപ്പ സന്നിധിയിൽ എത്തിയിരുന്നു. അവർ പമ്പ മുതൽ സന്നിധാനം വരെ നടന്നുകൊണ്ട് ഈ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ക്യൂ നിൽക്കുന്നതും യാത്ര ചെയ്യുന്നതുമായ കുട്ടികളോട് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കി അവരുടെ വിഷമഘട്ടങ്ങളൊക്കെ അവർ നേരിട്ട് മനസ്സിലാക്കി ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ ഇവർക്ക് പ്രത്യേകം ക്യൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് എത്തണം എന്നൊരു ആവശ്യവും ഈ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഈ ഒരു സ്ഥലം സന്ദർശിച്ച് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവർ പറയുകയുണ്ടായി. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെയാണ്. അവർ അതിനായി കാര്യങ്ങൾ നിർദ്ദേശം നൽകുക മാത്രമാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ചെയ്തിട്ടുള്ളത്. ഇക്കാര്യങ്ങളിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ തന്നെ കുട്ടികൾക്ക് ഒരു പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിൽ ഭക്തർക്ക് സുഗമമായ അയ്യപ്പ ദർശനം സാധ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഏതായാലും അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവില്ല. ഈ മണ്ഡലവിളക്ക് തീർത്ഥാടന മഹോത്സവം സമാപിച്ചതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച ഈ മകരവിളക്ക് മഹോത്സവത്തിലും ഇത്തരത്തിൽ അയ്യപ്പന്മാരുടെ എണ്ണം കൂടി വരികയാണ്. ഈ കൂടി വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കുന്നതിൽ മറ്റ് സംവിധാനങ്ങളും പോലീസും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ അയ്യപ്പന്മാർ ഇവിടേക്ക് വർദ്ധിച്ചു വരുന്ന, അതായത് എണ്ണം കൂടി വരുമ്പോൾ അവരെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ അയ്യപ്പ ദർശനം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വെല്ലുവിളി. പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ ക്രമീകരണം നടത്തേണ്ടിയിരിക്കുന്നത് ഇവരെ എങ്ങനെയാണ് ഇത്തരത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തിച്ച് 18ാം പടിയിലൂടെ അയ്യപ്പൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്.
അപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ടത് ഈ അയ്യപ്പന്മാരുടെ തിരക്ക് അത് എവിടെയാണ് കൂടുതൽ നിയന്ത്രിക്കേണ്ടത്. അതായത് അയ്യപ്പന്മാർ സന്നിധാനത്ത് ഏറെ നേരം അവരെ നിയന്ത്രിച്ച് നിർത്തി കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന് മുന്നേ ഉള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ നിയന്ത്രണങ്ങളിലൂടെ ചെറിയ ചെറിയ ക്യൂകളിലൂടെ അവരെ ഇവിടേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആവശ്യം അയ്യപ്പന്മാരും പറയുന്നുണ്ട്. കാര്യം ഒരു സ്ഥലത്തേക്ക് എത്തി അയ്യപ്പൻ്റെ മുന്നിലെത്തി ഏറെ നേരം 1 മണിക്കൂറോളം കാത്തു നിൽക്കുമ്പോൾ അത് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏതായാലും രാവിലത്തെ പൂജകളൊക്കെ തന്നെ ശബരിമലയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അയ്യപ്പന്മാർ കാത്തു നിൽക്കുന്നു. ഒപ്പം ഈ ഒരു ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ ഇപ്പോൾ ശബരീശ സന്നിധിയിൽ കാണാം. ശബരീശ സന്നിധിയിൽ ഇപ്പോൾ എന്തായാലും ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തെ അയ്യപ്പന്മാരൊക്കെ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ശ്രീജ. ശരി സുധീഷ്, ശബരിമലയിൽ ഭക്തജന തിരക്ക് ഇന്നും തുടരുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു സുധീഷ് കുമാർ.